ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ടു ഹെവൻ ഫുഡ്സ് കിങ്. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ബ്രെഡ് വെച്ചിട്ടുള്ള റെസിപ്പിയാണ്. അതിന് മുന്നേ നമ്മളെ ചാനൽ ആദ്യമായിട്ടും അവസാനമായിട്ട് കാണുകയാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടത്തിലുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യാം. അപ്പോൾ എന്തൊക്കെ സാധനങ്ങൾ വേണമെന്ന് നോക്കാം. ആദ്യമായിട്ട് മെയിനായിട്ട് വേണ്ടത് ബ്രെഡാണ്. ബ്രെഡ് ഞാനൊരു 4-5 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഉള്ളിയാണ്, 1.5 ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ബോയിൽഡ് ചെയ്ത് 3 എഗ്ഗാണ്. പിന്നെ മയോണൈസ് വേണം. പിന്നെ പൊരിച്ച് വെച്ചിരിക്കുന്ന ചിക്കനാണിത്. പിന്നെ കുറച്ച് മല്ലിയില, ഒരു ക്യാരറ്റ്, പിന്നെ 4 പച്ചമുളകാണിത്. പിന്നെ എന്തൊക്കെ മസാലകൾ വേണമെന്ന് നോക്കാം. പാകത്തിന് കുറച്ച് ഉപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂണ് കുരുമുളക് പൊടി, 1/2 ടീസ്പൂണ് ഗരം മസാല പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ 4 സൈഡും കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ 4 സൈഡും നമുക്ക് വേണ്ട കേട്ടോ, അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഞാനത് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ 4 സൈഡും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിനേക്കുള്ള ഫില്ലിങ് നമുക്ക് തയ്യാറാക്കാം. ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് മാറ്റി വെച്ച ഉള്ളി ഒന്ന് ഇട്ട് കൊടുക്കാം. ഒരു ബ്രൗണിഷ് കളർ ആവേണ്ട ആവശ്യമില്ല, കുറച്ചൊന്ന് വഴറ്റിയെടുത്താൽ മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി അടുത്തത് നമുക്ക് ക്യാരറ്റ് ഇടാം. ഇതിലേക്ക് മാറ്റി വെച്ച പച്ചമുളകും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുരുമുളക് പൊടിയും ഗരം മസാല പൊടിയും കൂടി ഇടുന്നുണ്ട്. ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറിയതിന് ശേഷം നമുക്ക് മാറ്റി വെച്ച ചിക്കന് ഇടുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ ഉള്ളിയായിട്ട് നന്നായിട്ട് ഇത് മിക്സ് ആവണം. നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, കൂട്ടത്തിലുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തണം കേട്ടോ. എന്നാലേ ഞാനിടുന്ന വീഡിയോസൊക്കെ പെട്ടെന്ന് കിട്ടുള്ളൂ. എന്നിട്ട് നമുക്കിനി അടുത്തത് അവസാനമായിട്ട് നമുക്ക് ഈ മല്ലിയിലയും കൂടി ഇതിലേക്ക് ഇടാണ്. ഇതും കൂടി മിക്സ് ആയിട്ടുണ്ടെങ്കിൽ നമ്മളെ ഫില്ലിങ് റെഡിയായി. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുന്നുണ്ട്. ഇതിലേക്കുള്ള ഫില്ലിങ് തുടങ്ങാം. അതിനു വേണ്ടി ഞാൻ കുറച്ച് വെള്ളം അതിലെടുത്തിട്ടുണ്ട്. അതൊരു സൈഡ് മാത്രം ഒന്ന് ജസ്റ്റ് നമുക്കിത് മുക്കി കൊടുക്കാം, അധികം മുക്കരുത്. എന്നിട്ട് ആ വെള്ളം ഒന്ന് ഒപ്പി കൊടുക്കാം.
ഇനി നമുക്ക് ഈ മയോണൈസ് എല്ലാ സൈഡിലും ഒന്ന് തേച്ച് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ഈ മാറ്റി വെച്ച ഈ മുട്ടയും കൂടി ഇതിൻ്റെ ഉള്ളിലേക്കൊന്ന് ഫിൽ ചെയ്യാം. പിന്നെ ഈ കൂട്ടും കൂടി ഇതിലേക്ക് ഇടുന്നുണ്ട്. ഇതൊരു ബോളാക്കിയിട്ട് നമുക്കൊന്ന് ഉരുട്ടിയെടുക്കണം. എല്ലാ സൈഡും ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഒരു ബോൾ രൂപത്തിലാക്കിയിട്ടുണ്ട്. കുറച്ചൊന്ന് വെള്ളം തടവി കൊടുക്കുന്നുണ്ട് എല്ലാ സൈഡിലും. ഇതിന് ശേഷം നമുക്ക് ബ്രെഡ് ക്രംസിലിട്ടിട്ടൊന്ന് റൊട്ടേറ്റ് ചെയ്തെടുക്കണം. ഇതുപോലെ എല്ലാം ചെയ്തെടുക്കണം. അങ്ങനെ റൊട്ടേറ്റ് ചെയ്തെടുത്തു. ഇത് മാറ്റി വെക്കാം. നെക്സ്റ്റ് നമുക്ക് ഇപ്പം എല്ലേതും ബോളാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഓയിൽ വയ്ക്കുന്നുണ്ട്. ഇതൊന്ന് ചൂടായി വരുന്നവരെ ഒന്ന് ഫ്ലെയിം നമുക്ക് കൂട്ടി കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഓരോ ബോൾസും ഇട്ട് കൊടുക്കാം. ഒന്ന് ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കുന്നുണ്ട്. നമ്മളെ ബോൾസൊക്കെ റെഡി ആയിട്ടുണ്ട് 3 മിനിറ്റിനുള്ളിൽ. അപ്പോൾ ഞാനിതൊന്ന് എണ്ണയിൽ നിന്ന് കോരി എടുക്കുന്നുണ്ട്. ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. ഈ നെക്സ്റ്റ് അടുത്തതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. നമ്മളെല്ലാ ബോൾസും റെഡി ആയിട്ടുണ്ട്. അപ്പം ഈ ചാനൽ കാണാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടത്തിലുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ഇന്നലെ ഞാനിടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടുകയുള്ളൂ. ഇൻഷാ അല്ലാഹ് ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ അടുത്തത് വരുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്.